നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. തൃശൂർ മാളയിൽ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ വിസ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണമാല കവർന്നു. AKG നഗറിൽ ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പനങ്ങാട് സ്വദേശി കരിപ്പാടത്ത് അരവിന്ദാക്ഷന്റെ ഭാര്യ ജയ എന്ന 60 വയസ്സുകാരിക്കാണ് കുത്തേറ്റത്. തയ്യിൽ വിശ്വനാഥൻ എന്ന ആളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പിന്നിലൂടെ വന്ന ആളാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ദേഹത്ത് 5 ഇടത്തായി കുത്തേറ്റിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന 3 പവന്റെ സ്വർണമാലയാണ് അക്രമി പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. പ്രതി AKG നഗർ സ്വദേശി വിജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. DYSP VK രാജു സംഭവ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ മാളയിൽ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയെയാണ് കിടപ്പുമുറിയിൽ വ്യാഴാഴ്ച രാവിലെ 7-ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജൂലൈ 13-നായിരുന്നു വിവാഹം. ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഹിസാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത്. കസാക്കു കരാട്ട ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പിള്ളി കോളേജിലെ PG വിദ്യാർത്ഥിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായ ഇവർ മാള സെക്കാർസോ സ്കൂൾ, മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ട പരിശീലകയാണ്. ഹൃദയാഘാതമാണെന്ന് പ്രാഥമിക നിഗമനം. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സുള്ള പിടിയാനയെയാണ് റോഡിനോട് ചേർന്നുള്ള തോട്ടിനകത്ത് രാവിലെ ജോലിക്കെത്തിയ തൊഴിലാളികൾ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കഴിയൂവെന്ന് അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ വിസ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി റിമാൻഡിൽ. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തതിന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലെ പ്രതിയായ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനിയായ സായ 29 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സായ കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിഞ്ഞാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലായി UK-യിലേക്ക് വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിനുള്ള 9 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BK, സബ് SI-മാരായ സാലിം K, കശ്യപൻ, ഷാബു, ASI-മാരായ രാജീവ്, അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ദേശീയ കൈത്തറി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഖാദിയിലെ മുതിർന്ന തൊഴിലാളികളെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആൻഡോ തുറയും 65 വർഷമായി ജോലി ചെയ്തു വരുന്ന സരോജിനി, 50 വർഷമായി ജോലി ചെയ്തു വരുന്ന റോസി എന്നിവരെ ഷാൾ അണിയിച്ച് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ജഗദീഷ് രാജ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, വത്സല എന്നിവർ പ്രസംഗിച്ചു. എല്ലാ തൊഴിലാളികൾക്കും മധുര വിതരണവും നടത്തി. സ്ഥിരമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 2 ചേച്ചിമാരാണ് ഇവിടെ ഉള്ളത്, സരോജിനി അതുപോലെ തന്നെ റോസി ചേച്ചി. അപ്പോൾ അതിനെ തൊട്ട് താഴെ 40ഉം 50ഉം അല്ലെങ്കിൽ 40ഉം 30ഉം 25ഉം 15ഉം കൊല്ലമുള്ള ആ റൂട്ടിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ ഏറ്റവും നല്ല സർവീസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട
ഒരു ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഖാദി വസ്ത്രം ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു തത്വം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഖാദിയുടെ കുറഞ്ഞു വരുന്ന ഒരു ആളുകൾ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് കിട്ടുന്ന മെറ്റീരിയൽസ് പോലും അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അതിന് യഥാർത്ഥത്തിലുള്ള ആ ഗുണനിലവാരം പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് ആയി എന്നാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ പണ്ട് നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും ഈ ഖാദിയിൽ നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റോക്കൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്. ഈ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയാണോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു ഈ വേളയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരം ആമണ്ടൂരിൽ വീട്ടുജോലിക്കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് സ്വർണ്ണമാല കവർന്നു. തൃശൂർ മാളയിൽ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ തോട്ടത്തിനുള്ളിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ വിസ തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി റിമാൻഡിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.